കണ്ണ് തുറക്കാൻ കെ സുധാകരന് പറ്റാവുന്നിടത്തോളം കാലം, രോമം എഴുന്നേറ്റിരിക്കുന്നിടത്തോളം കാലം കണ്ണൂരിൽ അദ്ദേഹം മത്സരിക്കണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിനോട് സംസാരിക്കണം, അദ്ദേഹത്തിനോട് ഒരു സീറ്റ് കൊടുക്കണം. അദ്ദേഹം അതിന് അർഹനാണെന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. കണ്ണൂരിൽ നിന്ന് തന്നെയാണ് ഞാനും വരുന്നത്. ഞാൻ വിചാരിക്കുകയാണ് കണ്ണൂരിൽ നിന്ന് വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് പറയാം, കണ്ണൂരിലെ കോൺഗ്രസും സംസ്ഥാനത്തെ കോൺഗ്രസും എന്ന നിലയ്ക്ക് രണ്ട് രീതിയിൽ തരംതിരിച്ച് പറയാവുന്നിടത്തോളം അതിനൊരാഴം കണ്ണൂരിലെ കോൺഗ്രസ്സുകാർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതിൽ ഇദ്ദേഹം വഹിച്ച പങ്ക് വളരെ വലുതാണ്. അങ്ങനെ അണികൾക്ക് പറയാം വേണമെങ്കിൽ. കാരണം കലുഷിതമായ രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കുന്ന കാലത്ത് കണ്ണൂരിൽ CPM-നോടാണെങ്കിലും എതിർപക്ഷത്തോടാണെങ്കിലും നേരിട്ട് ഏറ്റുമുട്ടിയ ഈ കെ സുധാകരന്റെ കീഴിലാണ് അവിടുത്തെ കണ്ണൂരിലെ അണികൾ അപാരമായ സംഘടനാ ശക്തി ആർജിച്ചെടുത്തിരുന്നു കോൺഗ്രസിലെ കണ്ണൂരിലെ അണികൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് ഞാൻ പ്രത്യേകിച്ച് പറയാൻ കാരണം, കോൺഗ്രസിന്റെ അഹിംസ ലൈനിൽ നിന്ന് മാറി സത്യത്തിൽ സുധാകരന് കീഴിൽ അടിച്ചവനെ തിരിച്ചടിക്കണം എന്ന് ആദ്യമായി അണികളോട് പറയുന്ന ആദ്യ നേതാവ് അദ്ദേഹമായിരിക്കുന്ന ഒന്ന്. അദ്ദേഹത്തിന്റെ മെറിറ്റായിട്ട് ഞാൻ പറയുന്നത് വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അദ്ദേഹം ഗ്രൂപ്പിന് അതീതനാണ് എന്നുള്ളതാണ്. അദ്ദേഹം ഗ്രൂപ്പിന് അതീതനാണ്. അദ്ദേഹം വർഗീയത പറയാറില്ല. പോരാട്ടം മാത്രം കൈമുതലായിട്ടുള്ള നേതാവാണെന്നാണ് കണ്ണൂരിൽ വരുമ്പോൾ ഞാൻ പറഞ്ഞത്. വർഗീയത പറയുന്നുള്ള ചില കാര്യങ്ങൾ ഞാനങ്ങ് മറക്കും. കാരണം എന്ന് വെച്ചാൽ BJP കാര്യങ്ങളിൽ ചില സമയത്ത് ഇരിക്കുന്ന നേരത്ത് എനിക്ക് തോന്നിയാൽ ചിലപ്പോൾ ഞാൻ അങ്ങോട്ട് പോകും എന്നൊക്കെ അദ്ദേഹം പറയുന്നുള്ള, അതൊക്കെ അദ്ദേഹത്തിന്റെ ആഴത്തിൽ നിന്നുള്ള അദ്ദേഹത്തിന്റെ ഒരു സ്വബോധം ഉണ്ടല്ലോ, അതിൽ വരുന്ന ഒരു അഹങ്കാരമായിട്ട് മാത്രം അതിനെ കണ്ട് അതിനെ അതുപോലെ തന്നെ ബഹുമാനിക്കണം എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. എന്തായാലും അങ്ങനെയായിരുന്നു അദ്ദേഹം. പിന്നെ അപ്പോഴും ഞാൻ പറയുന്നത്, ഇനിയിപ്പോൾ മറ്റ് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് നോക്കുകയാണെങ്കിൽ പോലും ഈ പറയുന്ന പോലെ ലിജോ കുറച്ച് കണക്കുകൾ പറഞ്ഞു. അപ്പോഴും കണ്ണൂർ മണ്ഡലത്തിന്റെയും കണ്ണൂർ കോർപ്പറേഷനും തുടർച്ചയായി ഒരു കോൺഗ്രസ് അനുഭാവം പുലർത്തുന്നുണ്ടെങ്കിൽ അതിന്റെ ആധാരം എന്ന് പറയുന്നത് കെ സുധാകരൻ തന്നെയാണ് ആ മണ്ഡലത്തിൽ. കാരണം ഇടതിനെ ഏറ്റവും ആ ഘട്ടത്തിൽ വലിയ പ്രതിസന്ധിയിലാഴ്ത്തിയിരുന്ന ഒരു ഈ വിസ്മയം ഉണ്ടായിരുന്നു. അന്ന് അത് അബ്ദുള്ളക്കുട്ടിയായിരുന്നു. അബ്ദുള്ളക്കുട്ടിയെ ഇടതിൽ നിന്നും പുറത്തെ കോൺഗ്രസിലേക്ക് എത്തിക്കുന്നതിൽ സുധാകരൻ വഹിച്ച പങ്ക്, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഉൾക്കാഴ്ച അതിൽ വലുതായിരുന്നു. അദ്ദേഹത്തെ കണ്ണൂർ മണ്ഡലത്തിൽ നിർത്തി വിജയിപ്പിച്ചെടുക്കുന്നതിൽ കെ സുധാകരനോളം പങ്ക് മറ്റാർക്കെങ്കിലും ഉണ്ടായിരുന്നു എന്നുള്ളൊരു സംശയമാണ്. അപ്പോൾ ഞാൻ പറയുന്നത്, കണ്ണൂരിൽ നിന്ന് അങ്ങനെയുള്ള ഒരു നേതാവിനെ അല്ലാതെ മറ്റാരെ കേൾക്കണം? ഈ പറയുന്നത് പോലെ സണ്ണി ജോസഫിനെയാണോ കേൾക്കേണ്ടത്? KC ജോസഫിനെയാണോ കേൾക്കേണ്ടത്? അല്ല, അത് സുധാകരൻ തന്നെയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു സ്ഥാനാർത്ഥിത്വം റദ്ദ് ചെയ്യാനുള്ള ആഴമൊന്നും നിലവിലെ സംസ്ഥാന കോൺഗ്രസിൽ ആർക്കെങ്കിലും ഉണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. മുൻപുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ അതിനുള്ള കെൽപ്പുള്ള ആരെങ്കിലും ഉണ്ടോ എന്നുള്ളതൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം അദ്ദേഹം അതിന് അർഹനാണ്. അദ്ദേഹം മത്സരിക്കണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിനോട് സംസാരിക്കണം. അദ്ദേഹത്തിന് ബോധ്യപ്പെടുന്ന രീതിയിൽ ഈ സാഹചര്യം അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തണം. എങ്കിൽ മാത്രമേ അത് പറ്റുള്ളൂ. ഇപ്പൊ തന്നെ അദ്ദേഹം കണ്ണൂരിലെ വീട്ടിലാണ് അദ്ദേഹം തുടരുന്നത്. പുറത്തിറങ്ങി നിന്നിട്ട് വാ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ 100 പ്രവർത്തകർ